നമ്മുടെ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പ്രഹേളികകളിലൊന്നായ തമോദ്രവ്യത്തിന്റെ ഡാർക്ക് മാറ്റർ രഹസ്യങ്ങളെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. കാണാത്തതും എന്നാൽ പ്രപഞ്ചത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതുമായ തമോദ്രവ്യത്തെക്കുറിച്ച് പതിറ്റാണ്ടുകളായി ഭൗതികശാസ്ത്രജ്ഞർക്ക് ഒരു പിടിയുമില്ല. എന്നാൽ പുതിയ ഗവേഷണത്തിൽ ഇതിനൊരു ബദൽ സാധ്യത അവതരിപ്പിക്കുന്നു. തമോദ്രവ്യം കാണാത്തതും എന്നാൽ എല്ലായിടത്തും വ്യാപിച്ചതുമാണ്. നിലവിലെ കോസ്മോളജിയിൽ ഇത് അത്യന്താപേക്ഷിതവുമാണ്. പുതിയ കണികകളെക്കുറിച്ച് ഊഹിക്കുന്നതിനു പകരം ഏറ്റവും വലിയ ദൂരങ്ങളിൽ ഗുരുത്വാകർഷണം തന്നെ വ്യത്യസ്തമായി പ്രവർത്തിക്കുകയാണെങ്കിലോ? നമ്മൾ അറിയുന്ന ഗുരുത്വാകർഷണ നിയമങ്ങൾ അതിബൃഹത്തായ ദൂരങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ക്വാണ്ടം ഫീൽഡ് തിയറി ലെൻസിലൂടെ ഗുരുത്വാകർഷണം എങ്ങനെ പരിണമിക്കാമെന്നാണ് ഈ പുതിയ പേപ്പറിൽ ഞാൻ പരിശോധിക്കുന്നത്. സാധാരണയായി ഗുരുത്വാകർഷണ സ്ഥിരാങ്കം ഒരു സ്ഥിരമൂല്യമാണെന്ന് കരുതുന്നു. എന്നാൽ അതിബൃഹത്തായ ദൂരങ്ങളിൽ ഇത് മാറുന്ന ഒരു ഇൻഫ്രാറെഡ് റണ്ണിംഗ് ഉണ്ടെങ്കിലോ? ഈ സിദ്ധാന്തം ഗാലക്സികളിലെ ഭ്രമണവക്രങ്ങളിൽ റൊട്ടേഷൻ കർവ്സ് എങ്ങനെ മാറ്റങ്ങളുണ്ടാക്കുന്നുവെന്ന് നമുക്ക് നോക്കാം. ഈ പഠനമനുസരിച്ച് ഗുരുത്വാകർഷണത്തിന്റെ ഫലപ്രദമായ ശക്തി ഗാലക്സി ദൂരങ്ങളിൽ സൂക്ഷ്മമായി മാറാൻ സാധ്യതയുണ്ട്. ശക്തിയുടെ സാധാരണ നിയമത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു ലോഗരിതമിക് തിരുത്തൽ പദം ഈ ഇൻഫ്രാറെഡ് റണ്ണിംഗ് നൽകുന്നു. ഇത് ഗാലക്സികളിലെ ഫ്ലാറ്റ് റൊട്ടേഷൻ കർവുകൾ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇത് പരമ്പരാഗതമായി തമോദ്രവ്യത്തിന്റെ ഫലമായി കണക്കാക്കപ്പെടുന്നു. ഈ സിദ്ധാന്തം യഥാർത്ഥ നിരീക്ഷണങ്ങളുമായി എങ്ങനെ പൊരുത്തപ്പെടുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. കാണുന്ന ബാരിയോണിക് പിണ്ഡത്തിന്റെ വിതരണവും ഒരൊറ്റ ക്രോസ്ഓവർ സ്കെയിൽ പാരാമീറ്ററും മാത്രം ഉപയോഗിച്ച് പ്രവചിക്കപ്പെട്ട ഭ്രമണവക്രങ്ങൾ നിരീക്ഷണങ്ങളുമായി പൊരുത്തപ്പെടുന്നു. ആദ്യകാല പ്രപഞ്ചത്തിൽ ഗുരുത്വാകർഷണത്തിലെ ഈ മാറ്റങ്ങൾ വളരെ ചെറുതായിരുന്നു. ഇത് നിലവിലുള്ള കോസ്മോളജിക്കൽ അളവുകളുമായി പൊരുത്തപ്പെടുന്നു. ഘടനാരൂപീകരണവും ലെൻസിംഗ് ഡേറ്റയും വിശദീകരിക്കുന്നതിൽ ഈ സമീപനം ഇപ്പോഴും പൂർണ്ണമായി തമോദ്രവ്യത്തെ മാറ്റിസ്ഥാപിക്കുന്നില്ല. എന്നാൽ ഇത് ഗുരുത്വാകർഷണത്തിന്റെ സാധ്യതയുള്ള സങ്കീർണതയിലേക്ക് വെളിച്ചം വീശുന്നു. ഈ പുതിയ സിദ്ധാന്തത്തെ കൂടുതൽ പരീക്ഷിക്കുന്നതിനും തമോദ്രവ്യ കണികാബദലുകളിൽ നിന്ന് ഇതിനെ വേർതിരിച്ചറിയുന്നതിനും നിരവധി വെല്ലുവിളികൾ മുന്നിലുണ്ട്. ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ്, ക്ലസ്റ്റർ ഡൈനാമിക്സ് തുടങ്ങിയ കോസ്മോളജിക്കൽ സാഹചര്യങ്ങളിൽ ഇൻഫ്രാറെഡ് റണ്ണിംഗ് ഗുരുത്വാകർഷണത്തിന്റെ സ്വഭാവം കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. തമോദ്രവ്യം അപ്രത്യക്ഷമായ കണികകളല്ല, മറിച്ച് ഗുരുത്വാകർഷണത്തിന്റെ തന്നെ സൂക്ഷ്മമായ സ്വഭാവമാണോ എന്ന ചോദ്യത്തിലേക്ക് ഈ ഗവേഷണം നയിക്കുന്നു. തമോദ്രവ്യ പ്രതിഭാസങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയിൽ ഈ ഗവേഷണം ഒരു പുതിയ പാത തുറക്കുന്നു. ഗുരുത്വാകർഷണത്തിന്റെ ഈ സ്കെയിൽ ഡിപ്പെൻഡൻസ് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു.